ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായി യമനിലെ ഹൂതികളുടെ നേതാക്കന്മാരെ തീർക്കാൻ ഇസ്രായേലിന്റെ വമ്പൻ പടപ്പുറപ്പാട്. ഹൂതികളുടെ പ്രവർത്തന കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനൊപ്പം ഹൂതി വിമതസേനയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ തീർക്കാനാണ് മൊസാദിന്റെ ഏറ്റവും പുതിയ നീക്കമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഹൂതികളെയും ഇറാനെയും ഒരേ സമയം ആക്രമിക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ക്രിസ്മസിന് പിന്നാലെ ഇറാനിലേക്കും യമനിലേക്കും ഇസ്രായേലിന്റെ വമ്പൻ ആക്രമണം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന. കഴിഞ്ഞ ദിവസം ചേർന്ന ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റിൽ തന്നെ ഇറാനെ ആക്രമിക്കണമെന്ന തീരുമാനത്തിന് ഒരു അന്തിമ രൂപം ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് നിരന്തരമായി യമനിൽ നിന്ന് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്ന് പുലർച്ചെ, ബുധനാഴ്ച പുലർച്ചെ, ഈ ആഴ്ചയിലെ 4ാം തവണ ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു. ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിൻ്റെ വ്യോമ പരിധിക്ക് പുറത്തു വച്ച് തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ ആരോ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തതായുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. എങ്കിലും ഇസ്രായേലിനെ നിരന്തരമായി ലക്ഷ്യം വയ്ക്കുന്ന ഹൂതികളുടെ നടപടിയിൽ കലി പൂണ്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ട് തന്നെ നേരത്തെ ഹിസ്ബുള്ളക്കെതിരെയും അതുപോലെ ഹമാസിനെതിരെയും എടുത്തതിന് സമാനമായ അതിരൂക്ഷമായ ആക്രമണം യമനിലെ ഹൂതികൾക്കെതിരെ എടുക്കണമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിലപാട്. ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ള നേതാവിനെ നേരത്തെ ഇസ്രായേൽ തീർത്തിരുന്നു. യഹിയ സിൻവാർ, ഇസ്മായിൽ ഹനിയ തുടങ്ങിയ ഹമാസിൻ്റെ നേതാക്കന്മാരെയും വിവിധ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ തീർത്തിരുന്നു. അതിന് സമാനമായി ഹൂതികളുടെ പ്രധാനപ്പെട്ട നേതാവിനെ തീർക്കുക, ഹൂതികളുടെ തലവന്മാരെ യമനിൽ കയറി തീർക്കുക, ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയുള്ള വമ്പൻ സ്കെച്ചും പ്ലാനും ഇപ്പോൾ ഇസ്രായേൽ തയ്യാറാക്കിയിരിക്കുന്നു. യമനിലെ ആക്രമണത്തിൻ്റെയും ഇറാനിലെ ആക്രമണത്തിൻ്റെയും ബ്ലൂ പ്രിൻ്റ് ഇസ്രായേലി സേന തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ ആ ആക്രമണം ഏറ്റവും അവസാനത്തേതായിരിക്കണമെന്ന് ഇസ്രായേൽ കൃത്യമായി കരുതുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ഇനി ഇറാനിലേക്കാണ് ആക്രമണം നടത്തേണ്ടത്. കാരണം ഈ ഹൂതികളുടെയും ഈ ഹമാസിനെയും ഈ ഹിസ്ബുള്ളയും എല്ലാം ആയുധം നൽകി ഇസ്രായേലിന് നേരെ ആക്രമിക്കാൻ ഇറക്കിവിടുന്നത് ഇറാനാണ്. അപ്പോൾ തീവ്രവാദത്തിൻ്റെ കേന്ദ്രത്തിൽ തന്നെയാണ് ഇനി ആഞ്ഞടിക്കേണ്ടത്, തീവ്രവാദത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെയാണ് ആക്രമിക്കേണ്ടത്. ഇത്തരം ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളത്. മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയ, അതുപോലെ ഷിൻബെറ്റിൻ്റെ തലവൻ, അതുപോലെ IDFിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് അടക്കമുള്ള നിരവധി പേർ ഇറാനെ ആക്രമിക്കണമെന്ന നിലപാടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇനി ഒന്നുകൂടി ആലോചിക്കേണ്ടി വരില്ല. അമേരിക്കയുടെ പരിപൂർണ പിന്തുണയുണ്ട്, ബ്രിട്ടൻ്റെ പിന്തുണയുണ്ട്. ഇറാൻ എന്ന രാജ്യത്തെ ആക്രമിക്കുന്നതിനോട് അറബ് രാജ്യങ്ങളിൽ തന്നെ പല രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട്. ഇസ്ലാമിക ലോകത്തെ ഭീകരമുഖങ്ങളിലൊന്നാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിച്ച് നശിപ്പിക്കുക എന്നത് പശ്ചിമേഷ്യയിൽ തന്നെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളുടെയും അജണ്ടയാണ്. അതവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പശ്ചിമേഷ്യയിൽ ഇറാനെ ആക്രമിച്ച് നശിപ്പിച്ചില്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദത്തിന് തടയിടാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ. ഇനിയും ഇറാൻ തുടരുകയാണെങ്കിൽ ഇനിയും ഹൂതികളുടെ ഭാഗത്തു നിന്ന്, ഹമാസിൻ്റെ ഭാഗത്തു നിന്ന്, ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന്, സിറിയയിലെ വിമതസേനയുടെ ഭാഗത്തു നിന്നൊക്കെ ഇസ്രായേലിന് നിരന്തരം ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെല്ലാം തന്നെ ആയുധങ്ങളും വെള്ളവും വളവും നൽകി അവരെ മറ്റ് രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇറാനാണ്. പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈറ്റില്ലം എന്ന് പറയുന്നത് ഇറാനാണ്. ആയുധങ്ങളും പണം ഉപയോഗിച്ച് ലോകത്താകമാനം ഇസ്ലാമിക ഭീകരത വളർത്താൻ ഏറ്റവും കൂടുതൽ തയ്യാറെടുക്കുന്നതും ശ്രമിക്കുന്നതും ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന രാജ്യത്തെ മൂടോടെ പിഴുതെറിയുക, അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന രാജ്യത്തെ അടിമുടി ഇല്ലായ്മ ചെയ്യുക, എങ്കിൽ മാത്രമേ ഇസ്ലാമിക ഭീകരവാദത്തെ നിയന്ത്രിക്കാൻ കഴിയൂ എന്ന് ഇസ്രായേൽ പറയുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിൽ ജനുവരി മാസം 20-ന് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കുകയാണ്. ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളിയാണ് ട്രംപ്. പ്രത്യേകിച്ച് ഇറാൻ എന്ന രാജ്യത്തെ ശക്തിയുക്തം എതിർക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ എന്ന ഭീകര രാജ്യത്തെ ആക്രമിച്ച് നശിപ്പിക്കുക, ഇത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ്. ട്രംപ് ഒരു കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു, താൻ വിജയിച്ചു കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കും.
അതായത് ലോകത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് പ്രസിഡന്റായി കഴിഞ്ഞ ശേഷം ഇറാനെ ആക്രമിക്കുന്നതിനേക്കാൾ ഗുണം ട്രംപ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് ഇറാനെ ആക്രമിക്കുക എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ചുറ്റുമുള്ള പ്രോക്സികൾ, ഇറാൻ്റെ പ്രോക്സികളെല്ലാം തന്നെ ഇപ്പോൾ ദുർബലരായി കഴിഞ്ഞിരിക്കുന്നു. ഇറാനെ ഈ ഘട്ടത്തിൽ ആക്രമിച്ചാൽ ഇറാനിൽ നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഇറാനെ പിന്തുണയ്ക്കുന്ന മറ്റു പ്രോക്സികളോ മറ്റ് തീവ്രവാദ സംഘടനകളോ ചുറ്റുമില്ല. അവരെല്ലാം തന്നെ തകർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, സിറിയ എന്ന രാജ്യം പോലും ഇപ്പോൾ രാഷ്ട്രീയ അട്ടിമറിയിലൂടെ ആകെ ഛന്നഭിന്നമായിരിക്കുകയാണ്. അസദ് ഭരണകൂടമായിരുന്നു ഇറാൻ്റെ ഏറ്റവും വലിയ അടുപ്പക്കാർ. അസദ് ഭരണകൂടം തകർന്നിരിക്കുന്നു. അസദ് ഭരണകൂടം തകർന്നത് പിന്നാലെ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം സിറിയയിലേക്ക് ഉണ്ടായിരുന്നു. സിറിയയുടെ ഏകദേശം 400 മുതൽ 500 വരെ കേന്ദ്രങ്ങളിൽ ഇസ്രായേലിൻ്റെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ നടന്നു. ആ ആക്രമണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ ലക്ഷ്യം കൈവരിച്ചത് സിറിയയിലെ ആയുധപ്പുരകളുടെ നശീകരണമായിരുന്നു. ഇറാൻ്റെയും അതുപോലെ ഹിസ്ബുള്ളയുടെയും ഒക്കെ ലക്ഷ്യമായിരുന്ന, ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ കണ്ണുവച്ചിരുന്ന വമ്പൻ ആയുധശാലകൾ, ആയുധപ്പുരകളൊക്കെ തന്നെ ഇസ്രായേൽ പലതവണ ആക്രമിച്ച് തകർത്തു. അതോടുകൂടി സിറിയൻ ഭരണകൂടത്തിൻ്റെ 90% ആയുധശേഷിയാണ് ഇസ്രായേൽ ഇല്ലായ്മ ചെയ്തത്. സിറിയയിൽ ഈ ആയുധങ്ങൾ അവശേഷിച്ചാൽ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂതികൾക്കുമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ആ ആയുധങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഇസ്രായേലിന് എല്ലാ കാലത്തും ഒരു ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന രാജ്യം മുൻകൂട്ടി കരുതിക്കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. സിറിയയുടെ ആഭ്യന്തര യുദ്ധത്തിന് പിന്നാലെ സിറിയയിലേക്ക് കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. സിറിയയ്ക്കുള്ളിലേക്ക് കടന്നു കയറിയ ഇസ്രായേലിൻ്റെ പടയാളികൾ, ഇസ്രായേലിൻ്റെ പീരങ്കിപ്പട വൻതോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. അങ്ങനെ സിറിയയെ പൂർണ്ണമായും തകർത്തു കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ നടുവൊടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹമാസിൻ്റെ അന്ത്യശ്വാസം വലിക്കലാണ്. ഹമാസ് ഇപ്പോൾ അന്ത്യശ്വാസം വലിക്കുന്നു. അങ്ങനെ ഇറാനെ സഹായിക്കുമെന്ന് കരുതിയിരുന്ന എല്ലാ പ്രോക്സികളെയും ഇസ്രായേൽ ഇതിനകം തീർത്തിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് ഹൂതികൾ മാത്രമാണ്. ഹൂതികൾക്ക് നേരെ മാത്രമായി ഒരു ആക്രമണം വേണ്ട എന്നും ഹൂതികളെയും ഇറാനെയും ഒന്നിച്ചാക്രമിച്ച് തീർക്കണമെന്നുമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആക്രമണത്തിനുള്ള എല്ലാ സാധ്യതകളും ആരംഭിച്ചിരിക്കുന്നു. ഹൂതികളുടെ തലവന്മാരുടെ തലയെടുക്കാനുള്ള വമ്പൻ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. ഹൂതികളുടെ നേതാക്കന്മാരുടെ തലയെടുക്കാനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. ഒപ്പം ഇറാനിലെ ഖമേനിക്കെതിരെ കൂടി ഇസ്രായേലിൻ്റെ വമ്പൻ ആക്രമണ തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.